മുഖം വെളുക്കാൻ വേണ്ടിയുള്ള ക്രീമുകൾ, അതുപോലെ തന്നെ ചില നെയിൽ പോളിഷുകൾ, അമിതമായിട്ടുള്ള വ്യായാമം, ചില തെറ്റായ രീതിയിലുള്ള ഡയറ്റുകൾ, ഇതൊക്കെ നമ്മുടെ വൃക്കയെയും കരളിനെയും സാരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് വളരെ സൈലന്റ് ആയിട്ട് ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. അതായത് നമ്മൾക്കറിയാം, ഫേസ് വൈറ്റനിങ് ക്രീമുകൾ, പല വ്യാജ ക്രീമുകളും അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ. ഈ ക്രീമുകൾ നമ്മൾ ഒരു സമയത്ത് ആസ്റ്റർ മീൻസ് കോട്ടക്കൽ അവരുടെ ഒരു സംഘം ഡോക്ടേഴ്സ് ഇത് തെളിയിച്ചത് കാര്യം കൂടിയാണ്. കിഡ്നിക്ക് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രീമുകൾ, ഫേസ് വൈറ്റനിങ് ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ പുറന്തള്ളുക, അരിച്ച് പുറന്തള്ളുക എന്നുള്ളത് മാത്രമല്ല, മറ്റൊരുപാട് ജോലി കിഡ്നിക്കുണ്ട്. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ തകരാറിലായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവഹാനിക്ക് തന്നെ കാരണമാകും. അതുപോലെ കരളിന്റെ ആരോഗ്യവും. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്നത്തെ കാലത്ത് കിഡ്നി മാറ്റിവെക്കുന്നതും കരൾ മാറ്റിവെക്കുന്നതുമായ ശസ്ത്രക്രിയകൾ കൂടി വരികയാണ്. ഇതിന് കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നെയിൽ പോളിഷുകൾ, വളരെ ലോക്കലായിട്ടുള്ള ബ്രാൻഡൊന്നും അല്ലാത്ത ലോക്കലായിട്ടുള്ള നെയിൽ പോളിഷുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ചില തെറ്റായ ഡയറ്റുകൾ കാരണമൊക്കെ വിറ്റാമിൻ സിയുടെ അളവ് കൂടുതലായിട്ട് ശരീരത്തിലേക്ക് ചെല്ലുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ കിഡ്നിക്ക് ഇത് ക്രിസ്റ്റൽസ് രൂപപ്പെടാൻ കാരണമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മളുടെ ശരീരത്തിലുള്ള പ്രധാന ചില അവയവങ്ങളെ നശിപ്പിക്കുന്നത് ഇതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം മാക്സിമം എല്ലാവരും അറിഞ്ഞിരിക്കുക. മുഖം വെളുക്കാൻ, ശരീരം വെളുക്കാൻ എന്ന് പറഞ്ഞ് കുറെ ക്രീമുകൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണനിലവാരം കൂടി ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്.